ശ്രീമൻ നാരായണീയം ദശകം 51 അഘാസുരവധവും വനഭോജനവും. അതൊരു പ്രധാന അധ്യായമാണ്. അത് എല്ലാം തന്നെ അവൻ്റെ കഥകളെ വർണ്ണിക്കുന്നതാണ്. ഭാഗവതത്തിൻ്റെ ഒരു കൈപ്പുസ്തകമായിട്ട് നമുക്ക് പറയാവുന്നതാണ് നാരായണീയം. അപ്പോൾ ഇതിനകത്ത് ബാലലീലകളിൽ പെടുന്നതാണ് അഘാസുരനെ വധിക്കുന്നതും അതുപോലെ വനഭോജനം, എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഭഗവാൻ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലീല നടക്കുന്നുണ്ട്. ബ്രഹ്മമോഹനം എന്ന് പറഞ്ഞ വത്സസ്തേയമെന്ന് നമ്മൾ പറയാറുണ്ട് ആ കഥയ്ക്ക്. ആ കഥകളിലോട്ട് വരുന്നതിന് മുമ്പായിട്ടുള്ള 2 കഥകളാണിത്. അത് രണ്ടും കൂടി ഒന്നിച്ച് എഴുതിയിരിക്കുന്നതാണ്. ഇതിൽ അതിരുചിര എന്നാണ് ഈ വൃത്തം പറയുന്നത്. ഈ അധ്യായത്തിൽ, ഈ ദശകത്തിൽ. കഥാചന വ്രജശിശുഭിः സമം ഭവാൻ വനാശനെ വിഹിതമതിപ്രഗേതരാം സമാവൃതോ ബഹുതരവത്സമണ്ഡലൈഃ സതേമനൈർനിരഗമദീശജേമനൈഃ. വായിക്കാൻ പഠിച്ചാൽ മതി, വലിയ ബുദ്ധിമുട്ട് ഇല്ല കേട്ടോ. കഥാചന വ്രജശിശുഭിः സമം ഭവാൻ വനാശനെ വിഹിതമതിപ്രഗേതരാം സമാവൃതോ ബഹുതരവത്സമണ്ഡലൈഃ സതേമനൈർനിരഗമദീശജേമനൈഃ വിനിർയതസ്തവ ചരണാംബുജദ്വയാത്. പിന്നെ ദൂ വെട്ടിയിട്ട് ഉദഞ്ചിതം ത്രിഭുവനപാവനം രജഃ മഹർഷയ പുളകധരൈക്കളേബരൈർ ഉദൂഹിരേ. പിന്നെ ഉദൂഹിരേ മതി, കളേബരൈർ എന്നെഴുതുക. നെരു വെട്ടിയിട്ട് ഉദൂഹിരേ ധൃതഭവദീക്ഷണോത്സവ. ധൃതഭവത് ഈക്ഷണോത്സവ എന്ന് വായിക്കണം. വിനിർയതസ്തവ ചരണാംബുജദ്വയാത് ഉദഞ്ചിതം ത്രിഭുവനപാവനം രജഃ മഹർഷയ പുളകധരൈക്കളേബരൈർ ഉദൂഹിരേ ധൃത ഭവദീക്ഷണോത്സവാം. പ്രചാരയത് അവിരളശാദ്വലേ തലേ പശൂൻ വിഭോ ഭവതി സമം കുമാരകൈ അഘാസുരോന്യരുണദഘായ വർത്തനീം ഭയാനക സപതി ശയാനകാകൃതി. പ്രചാരയതി അവിരളശാദ്വലേ. അപ്പോൾ അവിടെ എന്നുള്ളിടത്ത് പ്രചാരയത്യവിരള, അത്യയുടെ ബിയുടെ ഇടയ്ക്ക് ഒരു എഴുതി പെൻസിൽ കൊണ്ടൊന്ന് എഴുതുക. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ എന്നുള്ള ആ സ്വരാക്ഷരം വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. പ്രചാരയത്യവിരളശാദ്വലേ തലേ പശൂൻ വിഭോ ഭവതി സമം കുമാരകൈ അഘാസുരോ ന്യരുണദഘായ വർത്തനീം ഭയാനക സപതി. ഭയാനക കഴിഞ്ഞ് വിസർഗമുള്ളതുകൊണ്ട് സായ ഇരട്ടിച്ച് ഉച്ചരിക്കണം. ഭയാനക സപതി ശയാനകാകൃതി. മഹാചലപ്രതിമ തനോർഗുഹാനിഭ പ്രസാരിത പ്രഥിതമുഖസ്യ കാനനെ മുഖോദരം വിഹരണ കൗതുകാദ്ഗതാഃ കുമാരകാഃ കിമപി വിദൂരഗേ ത്വയി. ഞാൻ നിർത്തേണ്ടടുത്തൊരു പോസ് ചെയ്തെടുത്തെല്ലാം പോസ് ചെയ്ത് വായിച്ചാൽ മതി. മഹാചലപ്രതിമ തനോർഗുഹാനിഭ പ്രസാരിത പ്രഥിതമുഖസ്യ കാനനെ മുഖോദരം വിഹരണ കൗതുകാദ്ഗതാഃ കുമാരകാഃ കിമപി വിദൂരഗേ ത്വയി. പ്രമാദത പ്രവിശതി പന്നഗോദരം ക്വഥത്തനൗ പശുപ കുലേ സവാത്സകേ വിദന്നിദം ത്വമപി വിവേശിത പ്രഭോ സുഹൃജ്ജനം വിശരണമാശുരക്ഷിതും. പ്രമാദത പ്രവിശതി പന്നഗോദരം ക്വഥത്തനൗ പശുപകുലേ സവാത്സകേ വിദന്നിദം ത്വമപി വിവേശിത പ്രഭോ
സുഹൃജ്ജനം വിശരണമാശുരക്ഷിതും ഗളോദരേ വിപുലിതവർഷ്മണാ ത്വയാ മഹോരഗേ ലുഠതി നിരുദ്ധമാരുതേ ദ്രുതം ഭവാൻ വിദളിത കണ്ഠമണ്ഡലോ വിമോചയൻ പശൂൻ വിനിർയയൗ. പശുപ കഴിഞ്ഞ് കോമ ഇടണം. ഗളോദരേ വിപുലിത വർഷ്മണാ ത്വയാ മഹോരഗേ ലുഠതി നിരുദ്ധമാരുതേ ദ്രുതം ഭവാൻ വിദളിത കണ്ഠമണ്ഡലോ വിമോചയൻ പശൂൻ വിനിർയയൗ. ക്ഷണം ദിവി ത്വദുപഗമാർത്ഥമാസ്ഥിതം. ആ വാക്കിങ്ങനെയാണ്. ത്വദുപഗം ആർത്ഥം ആസ്ഥിതം. ക്ഷണം ദിവി ത്വദുപഗമാർത്ഥമാസ്ഥിതം മഹാസുര പ്രഭവമഹോ മഹത്. മഹാസുരപ്രഭവം അഹോ മഹോ മഹത്. ആദ്യത്തേത് അഹോയാണേ. പ്രഭവം അഹോ. മഹാസുരപ്രഭവമഹോ മഹോ മഹത് വിനിർഗതേ ത്വയി തു നിലീനമഞ്ജസാ നഭസ്ഥലേ നനൃതുരഥോ ജഗുസുരാഹ. നനൃതുരഥോ. ഒന്നുകൂടെ വായിക്കാം. ക്ഷണം ദിവി ത്വദുപഗമാർദ്ധമാസ്ഥിതം മഹാസുരപ്രഭവമഹോ മഹത് വിനിർഗതേ ത്വയി തു നിലീനമഞ്ജസാ നഭസ്ഥലേ നനൃതുരഥോ ജഗുസുരാഹ. സവിസ്മയൈ കമലഭവാദിഭിः സുരൈർ എന്നാക്കുക. പിന്നെ രാ വെട്ടിയിട്ട് അനുദ്രുതസ്തദനുഗത കുമാരകൈ. ഗത കഴിഞ്ഞിട്ട് കുമാരകൈ എന്ന് വായിക്കണം. എന്നാലേ ആ ഒരു മാത്രം എവിടെ ശരിയാകൂ. ആ അക്ഷരം ഇരട്ടിച്ച് വായിച്ചാലേ. സവിസ്മയൈ കമലഭവാദിഭിः സുരൈർ അനുദ്രുതസ്തദനുഗത കുമാരകൈഃ ദിനേ പുനസ്തരുണ ദശാമുപേയുഷി. ദിനേ പുനഃ തരുണം ദശാമുപേയുഷി സ്വകൈർ ഭവാൻ അതനുത. ആ വാക്ക് അങ്ങനെ തന്നെ വായിക്കണം. സ്വകൈർ ഭവാൻ അതനുത ഭോജനോത്സവം. സ്വകൈർ ഭവാൻ അതനുത. ഒന്നുകൂടെ വായിക്കാം. സവിസ്മയൈ കമലഭവാദിഭിः സുരൈർ അനുദ്രുതസ്തദനുഗത കുമാരകൈഃ ദിനേ പുനസ്തരുണദശാമുപേയുഷി സ്വകൈർ ഭവാൻ അതനുത ഭോജനോത്സവം. വിഷാണികാമപി മുരളീം നിതംബകേ നിവേശയൻ കബളധരകരാംബുജേ പ്രഹാസയൻ കളവചനൈകുമാരകാൻ ബുഭോജിത ത്രിദശഗണൈർമുദാ നുതഃ. ആ നുതഃ എന്നുള്ളത് നൂന്ന് തന്നെ വായിക്കാം. നു എന്ന് വായിക്കരുത്. നു 4 എന്ന് പറയുന്ന പോലെ. നമ എന്ന് പറയുന്ന ന. വിഷാണികാമപി മുരളീം നിതംബകേ നിവേശയൻ കബളധരകരാംബുജേ പ്രഹാസയൻ കളവചനൈകുമാരകാൻ ബുഭോജിത ത്രിദശഗണൈർമുദാ നുതഃ. സുഖാസനം ത്വിഹ തവ ഗോപമണ്ഡലേ മഖാസനാത് പ്രിയമിവ ദേവമണ്ഡലേ ഇതി സ്തുത. സ്തുത വേണ്ടതാണ്. സ്തുതിക്കുന്നു എന്നുള്ളതാണ്. ഇതി സ്തുത കോമ ത്രിദശ. ആ സ വെട്ടിക്കളഞ്ഞേരെ. രണ്ടാമത്തേത് സ്തുത കഴിഞ്ഞിട്ട് വരുന്ന സ വെട്ടിക്കളഞ്ഞേരെ. ഇതി സ്തുത അവിടെ നിർത്തണം. ഇതി സ്തുത ത്രിദശവരൈർജഗത്പദേ മരുത്പുരീ നിലയ ഗദാദ പ്രപാഹിമാം എന്നുള്ളത് വായിക്കാമേ. സുഖാസനം ത്വിഹ തവ ഗോപമണ്ഡലേ
മഖാശനാത് പ്രിയമിവ ദേവമണ്ഡലേ ഇതി സ്തുത ത്രിദശവരൈർജഗത്പദേ മരുത്പുരീ നിലയ ഗദാത് പ്രപാഹി മാം. നാരായണ അഖിലഗുരോ ഭഗവൻ നമസ്തേ.